ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കുള്ള ഒരു കിട്ടുകാറ്റ് നമസ്കാരം ഇരിക്കട്ടെ. ഗൺ പൗഡർ അല്ലെങ്കിൽ ഇഡ്ഡലി ചട്നി പൗഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊതി വരുന്നൊരു കിട്ടുക്ക ഐറ്റം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടി ഇനി കടകളിലൊക്കെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും. എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളാണ് ഇത്. ആദ്യം ഉഴുന്ന് പരിപ്പ് ഒരു 500 ഗ്രാം, അതിനുശേഷം ചനാദാൽ 250 ഗ്രാം, പിന്നെ നമ്മുടെ കുത്തരി ഒരു 50 ഗ്രാം, കാശ്മീരി ചില്ലി 20, സാദാ ചില്ലി ഒരു 10, കറിവേപ്പില ഒരു കുറച്ച്, കായം, അതുപോലെ തന്നെ ഈ വക സാധനമെല്ലാം എടുത്ത ശേഷം നമ്മളിത് ആദ്യം തീ പിടിക്കും. ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുന്നു. ഉരുളി ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമ്മുടെ ഉഴുന്നെടുത്തൊരു മറിക്കുന്നു. ഉഴുന്നിൻ്റെ കൂടെ തന്നെ നമ്മളെ ചെനാദാലും കൂടെ ഇട്ട് ഇവനെ നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ അളവൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നിട്ട് ഇവനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നവരെ ഇവനത് ഇതുപോലെ ഇട്ട് ഉരുളിയിൽ ഇങ്ങനെ ഇട്ടൊക്കെ റോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? ആ സമയത്ത് ഇവൻ ലെവലായി വരുമ്പോൾ ഇച്ചിരി കുത്തരിയും കൂടി ഇട്ട് ഇവനെങ്ങനെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യണം. അങ്ങനെ കരിഞ്ഞു പോകാൻ ശ്രമിക്കണം. അതുപോലെ കളർ ഓവറാവല്ല, അപ്പോൾ ഒരു കരിഞ്ഞ ചൊവയൊക്കെ വരും. അതുകൊണ്ടാണ് ഉരുളിയിലിട്ട് ഇങ്ങനെ സ്ലോ ഫയറിലിട്ട് വേണം വേവിക്കാൻ. എന്നിട്ട് ഇവനെ എടുത്ത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മറിയിക്കുക. എന്നിട്ട് ആ ഉരുളിയിലേക്ക് തന്നെ കാശ്മീരി ചില്ലും സാദാ ചില്ലിയും കൂടെ ഇട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. ഇതുപോലെ ഒരു കിടുക്കാച്ചി വീഡിയോ കാണാൻ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കിടുക്കാച്ചി കമൻറ്റൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നല്ല കിടുക്കം വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കാണാൻ മറക്കല്ല കേട്ടോ. കൂടെ ഇതുപോലെ കറിവേപ്പിലയും കൂടെ ഇട്ട് കറിവേപ്പിലയും റോസ്റ്റ് ചെയ്യുക. നല്ല പിക്കിള്, അതുപോലെ തന്നെ ബിരിയാണി റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ചങ്ങാതിമാരെ. കൂടെ വൈറ്റ് എള്ള കേട്ടോ, വൈറ്റ് എള്ള് ഇതിൻ്റെ കൂടെ ഇട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. തീ തീരെ കുറച്ച് വേണം, അല്ല ഇതെല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോകും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ? എന്നിട്ട് അവനൊരു കളറായിരിക്കുമ്പോൾ ഇതിലേക്കൊരു മറിക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഇച്ചിരി കായപ്പൊടി ഇതിലേക്കൊരു മറിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. കണ്ടോ? നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ആ ചൂടോടെ ഇരിക്കും, നല്ല സ്മെല്ലാണ്. എന്നിട്ട് ചെറിയ ചൂടായി കഴിയുമ്പോൾ മിക്സിയിൽ ജാറിലേക്ക് ഇതുപോലെ മറിക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇവനെ നമുക്ക് പൗഡറാക്കി എടുക്കാം. ഓവർ പൗഡറാക്കുകയും ചെയ്യരുത്, എന്നെങ്കിൽ ചെറിയ തരി ഉണ്ടാകുന്ന രീതിയിൽ പൗഡറാക്കണം. ഇതുപോലെ പൗഡറാക്കി എടുക്കാം. കണ്ടില്ലേ? അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് എൻ്റെ ചങ്ങാതിമാരെ. ഇത് മേടിക്കാൻ ഇനി കടയിലേക്ക് നോടണം. വീട്ടിലൊരു 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. മായമില്ലാത്ത സാധനം വീട്ടിലുണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുത്ത് ചങ്ങാതിമാരെ കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ കൊതിയാണ്. നല്ല സ്മെല്ലാണ് വരുന്നത്. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ടൊരു 3-4 ഇഡ്ഡലി പീസ് അങ്ങ് ഇതുപോലെ സെറ്റ് ചെയ്ത ശേഷം ഒരു സ്പൂൺ അങ്ങ് ഇതുപോലെ മറിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സാധാ എണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ടൊരു ഇഡ്ഡലി പീസ് എടുത്തിട്ട് അതിലേക്ക് മൊത്തത്തിലങ്ങ് ചേർത്തിട്ട് ഒരു പിടുത്തം പിടിച്ച എൻ്റെ ചങ്ങാതി തേങ്ങാ ചട്നിയൊക്കെ മാറി നിൽക്കും. വേറെ ലെവലാട്ടോ. ഇതിൽ ഞാൻ ഇച്ചിരി എരി കൂടുതലായിട്ടിരിക്കുന്നത്. എനിക്ക് ഇച്ചിരി എരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് എരി കുറവ് വേണമെന്നെങ്കിൽ മുളക് കുറച്ചിട്ടാലും ഒരു കുഴപ്പമില്ല. എന്നിട്ടൊരു പിടുത്തം അങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി. കണ്ണങ്ങ് തള്ളത്തില്ലേ, കണ്ണ് വെളി വരും സാധനം കഴിച്ച് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി. അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കില്ല. നിങ്ങൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താലേ ഉള്ളൂ ഇത് ഇഷ്ടമുള്ള ചങ്ങാതിമാരിലേക്ക് എത്തുകയും അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ടും സന്തോഷവും എല്ലാം വരുള്ളൂ. ഒന്നും നോക്കണ്ട, കിട്ടുകാച്ച് കമൻറ്റും കിട്ടും, ലൈക്ക് ഇട്ടു, ഷെയർ ചെയ്തു തന്നെ ചങ്ങാതിമാർ.